ഇപ്പോൾ മന്ത്രി പി രാജീവ് മാധ്യമങ്ങളെ കാണുന്നു, അതിലേക്ക്. അതാണ് അത് സംബന്ധിച്ചുള്ള ഭാഗമെന്നുള്ളത്. അല്ല, അതിപ്പോൾ നാടാകെ പൊതുവെ ആവശ്യപ്പെടുന്നുണ്ടല്ലോ. കോൺഗ്രസിൻ്റെ ഒരു ഭാഗം, കോൺഗ്രസ് ഇപ്പോൾ വളരെ ചരിത്ര പ്രാധാന്യമേറിയ ഒരു തീരുമാനം എന്നൊക്കെയാണല്ലോ അവകാശപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഇനിയും അവർ പുറത്താക്കിയില്ലെങ്കിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും? പറവൂര് ഒരു പെൺകുട്ടി ഈ വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ അവർക്കുണ്ടായതല്ല, ചെറിയ ആ പ്രശ്നങ്ങൾ പറഞ്ഞ സന്ദർഭത്തിൽ അവരൊരു കാര്യം പറഞ്ഞു. ഈ MLA ആയി നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പ്രതിപക്ഷ നേതാവിനോട് പരാതി പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആരോ എഴുതിയതായി കണ്ടു, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആക്കുന്നതിന് മുൻപ് തന്നെ ഇതെല്ലാം പെൺകുട്ടികൾ പ്രവർത്തിക്കേണ്ട പ്രസ്ഥാനമാണ്, ഇങ്ങനെ ചെയ്യാനേ പാടില്ല എന്ന് പറഞ്ഞതായിട്ട് പറയുന്നു. അപ്പം ഇതെല്ലാം അറിഞ്ഞിട്ട് എല്ലാ സംരക്ഷണവും നൽകുക മാത്രമല്ല, ചേർത്ത് പിടിച്ച് പുതിയ പുതിയ പദവികൾ നൽകി ഈ അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ഒരു പാർട്ടിയും ചെയ്യാത്ത രൂപത്തിലുള്ള അംഗീകാരവും ചേർത്ത് പിടിക്കലുമാണ് കോൺഗ്രസ് നേതൃത്വം ഇതേവരെ ചെയ്തത്. അതാണ് ഈ രൂപത്തിൽ പെൺകുട്ടികൾ ദുരിതം അനുഭവിക്കേണ്ടി വന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിലപാടാണ്. അപ്പോൾ അത് അങ്ങ് പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് പറഞ്ഞാൽ ജനങ്ങളാകെ മറന്നുപോകുമെന്ന് കരുതിയിട്ടായിരിക്കും. അതെല്ലാം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് അത് സംബന്ധിച്ച് സൂചിപ്പിക്കാറുള്ളത്. അല്ല, ഞാനപ്പോൾ അതിനെ സംബന്ധിച്ച് ഇന്നാളെന്ന് പറയുന്നില്ല. പക്ഷേ ഈ ഇവിടെ നിന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞിരുന്നു, കോൺഗ്രസ് നേതൃത്വത്തിനോട് പറഞ്ഞിരുന്നു എന്നെല്ലാം കോൺഗ്രസിനകത്ത് തന്നെയുള്ള ആളുകളാണല്ലോ പറയുന്നത്. അവർ ഒരു നടപടി എടുത്തില്ല എന്ന് മാത്രമല്ല, അവർ ചെയ്തത് എല്ലാ പ്രോത്സാഹനവും നൽകി, പുതിയ പദവികൾ നൽകി, ഇവിടെ നിന്ന് അവിടെ കൊണ്ടുപോയി മത്സരിപ്പിച്ചു, എല്ലാ പ്രോത്സാഹനവും നൽകി ഈ അവസ്ഥയിലേക്ക് എത്തിച്ചു. അപ്പോൾ കോൺഗ്രസ് ആണ് ഈ അവസ്ഥ, ഈ രൂപം സൃഷ്ടിച്ചത്. എന്നിട്ടാണ് ഇപ്പോൾ ഞങ്ങളെന്തോ ധീരമായി മറ്റൊരു പാർട്ടി ഇല്ലാത്ത നടപടി സ്വീകരിച്ചു എന്നൊക്കെ അവകാശപ്പെടുന്നത്. ആ നടപടിയാണെങ്കിൽ ഇപ്പോൾ റെട്രോസ്പെക്റ്റീവ് എഫക്റ്റോടുകൂടി രണ്ട് നിയമസഭാംഗങ്ങളെ കൂടി അവർ പുറത്താക്കേണ്ട സമയം കഴിഞ്ഞു. അത് ആ അഭിമാനത്തോടുകൂടി പറയുന്ന അതേ രീതിയാണെങ്കിൽ രണ്ടുപേരെ കൂടി പുറത്താക്കണമല്ലോ. ഇത് ഒരു ഗത്യന്തരം ഇല്ലാതെ നിലം തൊടാതെ കോൺഗ്രസ് നേതൃത്വം നിൽക്കേണ്ടി വരുന്ന ഒരു പ്രത്യേക അവസ്ഥ എത്തിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് നിർബന്ധിതമായതാണ്. മറ്റു കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് അന്വേഷണമുണ്ട്, കോടതി ഇപ്പോൾ ജാമ്യം നിഷേധിച്ചിട്ടുണ്ട്, അറസ്റ്റ് ചെയ്യാനായിട്ട് തടസ്സമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, പോലീസ് അന്വേഷിക്കുന്നുണ്ട്.